നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. താഴ്വര അശാന്തം. ജമ്മു കശ്മീരിൽ സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണം. നഗ്രോദയിലെ ശ്രീനഗർ ജമ്മു ദേശീയപാതയ്ക്ക് സമീപമുള്ള താൽക്കാലിക ക്യാമ്പിന് നേരെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. സൈനിക താവളത്തിലേക്ക് ഗ്രനേഡുകൾ എറിഞ്ഞ ശേഷം ഭീകരർ നുഴഞ്ഞുകയറുകയായിരുന്നു. ആക്രമണം നടത്തിയത് 3 അംഗ സംഘമെന്ന് സൈന്യം. അതിനിടെ സാംബ സെക്ടറിൽ നുഴഞ്ഞുകയറിയ 2 ഭീകരരെ സൈന്യം വധിച്ചു. മേഖലയിൽ വെടിവെപ്പ് തുടരുന്നു. നോട്ടിൽ മയപ്പെട്ട്. നോട്ട് അസാധുവാക്കൽ നടപടിയിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ പണം പിൻവലിക്കൽ നിയന്ത്രണം ഭാഗികമായി പിൻവലിച്ച് RBI. പഴയ 500, 1000 രൂപ ഒഴികെയുള്ള നോട്ടുകൾ വഴി നടത്തുന്ന നിക്ഷേപങ്ങൾ ഇന്നു മുതൽ പരിധിയില്ലാതെ പിൻവലിക്കാം. പകരം ലഭിക്കുക 2000, 500 രൂപ നോട്ടുകൾ. നടപടിക്ക് പിന്നിൽ പുതിയ കറൻസികൾ പലരും കയ്യിൽ സൂക്ഷിക്കുന്നത് വിപണന രംഗത്തെ ബാധിക്കുന്നു എന്ന നിരീക്ഷണത്തെ തുടർന്ന് പുതിയ തീരുമാനത്തോടെ ബാങ്കിൽ നിന്ന് സ്ലിപ്പ് വഴി എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം. ഇത്തരം ഇടപാടുകൾക്ക് നേരത്തെ ഏർപ്പെടുത്തിയ ആഴ്ചയിൽ 24,000 എന്ന പരിധി ബാധകമല്ല. എന്നാൽ ATM വഴി തുക പിൻവലിക്കുന്നതിൽ നിയന്ത്രണം തുടരും. പ്രതിരോധത്തിലെ മനംമാറ്റം. കറൻസി നിരോധനത്തിലെ സഭാസ്തംഭനം ഒരാഴ്ച കടക്കവേ പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തുമെന്ന് സൂചന. ഇതിനായി പ്രതിപക്ഷം അനുകൂല സാഹചര്യം ഒരുക്കണമെന്ന് കേന്ദ്രം. തീരുമാനം മോദി സഭയിൽ മറുപടി പറയാതെ ചർച്ച അസാധ്യമെന്ന പ്രതിപക്ഷ നിലപാടിനെ തുടർന്ന്. അതിനിടെ കള്ളപ്പണത്തിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന് ആദായ നികുതി നിയമത്തിൽ ഭേദഗതി ബില്ലുമായി കേന്ദ്ര സർക്കാർ. അവിഹിത സമ്പാദ്യം നികുതി അടച്ച് നിയമവിധേയമാക്കാൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിന്മേൽ ചർച്ചകളും ഇന്ന് നടന്നേക്കും. കണക്കിൽപ്പെടാത്ത പണം അക്കൗണ്ടിൽ നിക്ഷേപിച്ചവർ സ്വമേധയാ ഇക്കാര്യം വെളിപ്പെടുത്തിയാൽ 50% നികുതി നൽകണം. പണം വെളിപ്പെടുത്താതെ പിടിക്കപ്പെട്ടാൽ നഷ്ടമാകുന്നത് നിക്ഷേപിച്ച തുകയുടെ 85%. വെളിപ്പെടുത്തുന്ന തുകയുടെ 25% സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാണ പദ്ധതിയിൽ. നിഷേധിക്കാനാകാത്ത നരനായാട്ട്. നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പ്രതിരോധത്തിലായി പോലീസ്. നിരായുധർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്ന ആരോപണം ശക്തമാകുമ്പോഴും കൃത്യമായ മറുപടിയില്ലാതെ മൗനം പാലിച്ച അധികൃതർ. അതേസമയം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കരുത് എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കും. കുപ്പു ദേവരാജിന്റെ സഹോദരൻ നൽകിയ ഹർജിയിൽ മൃതദേഹങ്ങൾ ഇന്ന് വൈകിട്ട് 7 മണി വരെ സംസ്കരിക്കരുതെന്ന് ഇന്നലെ മഞ്ചേരി സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ. വെള്ളി ഗ്രാമിന് 48 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.